ജീവനുള്ള കാലത്തോളം ഞാൻ ഇവൾക്കായി ജീവിക്കും. പക്ഷേ എൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവൾക്ക് കയറിക്കിടക്കാൻ ഒരു വീട് വേണം, പിന്നെ ഒരു ജോലിയും വേണം. മുണ്ടക്കൈ ദുരന്തത്തിൽ മാതാപിതാക്കളും സഹോദരിയുമടക്കം കുടുംബത്തിലെ 9 പേർ നഷ്ടപ്പെട്ട ശ്രുതിയെ ചേർത്ത് പിടിച്ച പ്രതിശ്രുത വരൻ ജെൻസൻ പറഞ്ഞ വാക്കുകളാണിത്. ഉറ്റവരെയും വീടിനെയും ഉരുൾ തൂത്തെറിഞ്ഞപ്പോൾ ജീവിതത്തിലേക്ക് ശ്രുതി തിരിച്ചു നടന്നത് പ്രതിശ്രുത വരനും സുഹൃത്തുമായ ജെൻസന്റെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ആ കൈകൾ ഇന്നലെ രാത്രിയോടുകൂടി തണുത്ത് മരവിച്ചു കഴിഞ്ഞു. വിധിയുടെ കണ്ണില്ലാത്ത ക്രൂരത. ചൊവ്വാഴ്ച വൈകിട്ട് വെള്ളാരംകുന്നിലുണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അമ്പലവയൽ ആണ്ടൂർ പരിമളം വീട്ടിൽ ജയൻ മേരി ദമ്പതികളുടെ മകൻ ജെൻസൻ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. അന്ന് കോഴിക്കോട് ജോലി സ്ഥലത്തായതിനാലാണ് ശ്രുതി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മരണപ്പെട്ടവരിൽ സഹോദരി ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് കാണാനായിരുന്നത്. വെറും 2 മാസങ്ങൾക്ക് മുൻപായിരുന്നു ശ്രുതിയുടെ വീടിന്റെ പാലുകാച്ചലും വിവാഹ നിശ്ചയവും ഒരുമിച്ച് നടത്തിയത്. എന്നാൽ ഉരുളെടുത്ത ആ വീടിനോടൊപ്പം തന്നെ ശ്രുതിയുടെ വിവാഹത്തിനായി കരുതി വച്ചിരുന്ന 4 ലക്ഷം രൂപയും 15 പവൻ സ്വർണവും ഒലിച്ചുപോയിരുന്നു. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ശ്രുതിയോടൊപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ ജെൻസൻ ഉണ്ടായിരുന്നു. ഉടുതുണി മാത്രം ബാക്കിയുണ്ടായിരുന്ന ശ്രുതിക്ക് ജെൻസനായിരുന്നു ഏക ബലം. എന്നാൽ ഉയിരായി തന്റെ കൂടെ സദാസമയം ഉണ്ടായിരുന്ന ജെൻസനും ഒടുവിൽ ശ്രുതിയെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ മാസം വിവാഹം നടത്താനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത്. കൽപ്പറ്റയിലെ വീട്ടിൽ നിന്നും ലക്കിടിയിലേക്ക് പോകവെയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന വാൻ ബസ്സിലിടിക്കുന്നത്. ജെൻസനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നാണ് വിവരം. തലയിൽ രക്തസ്രാവം ഉണ്ടായതിനാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർമാരും സൂചിപ്പിച്ചിരുന്നു. അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. 2 മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു. ആ ബന്ധമാണ് പിന്നീട് അത് പ്രണയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും ചെന്നെത്തിയിരുന്നത്. ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവരെല്ലാവരും മരിച്ചതിനാൽ നേരത്തെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും അവൻ അവൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. മരണം വരെ ജെൻസൻ ശ്രുതിയെ പൊന്നുപോലെ നോക്കി. പക്ഷേ ആ മരണം വളരെ പെട്ടെന്നായി എന്ന് മാത്രം. ശ്രുതിയുടെയും ജെൻസന്റെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. വെല്ലുവിളികളെയും ദുരിതങ്ങളെയും എല്ലാം അതിജീവിക്കാൻ ശ്രുതിക്ക് ഇനിയും ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.